नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 32 രാസക്രീഡാ വർണ്ണനം. പേജ് നമ്പർ 315. രാസനൃത്തം കഴിഞ്ഞപ്പോഴേക്കും ബ്രാഹ്മമുഹൂർത്തമായി, അതായത് ബ്രഹ്മാവിൻ്റെ രാത്രി. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അത്യന്തം ദീർഘമായ ഒരു കാലയളവ്. സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രാഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് സ്നാനാദി നിത്യകർമ്മങ്ങൾക്കു ശേഷം മംഗള ആരതി നടത്തി ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിടണം എന്നാണ് നിയമം. ആധ്യാത്മിക കർമ്മങ്ങളിലേർപ്പെടാൻ അത്യധികം ഉത്തമമായ സമയമാണിത്. ആ മംഗള മുഹൂർത്തം സമാഗതമായപ്പോൾ കൃഷ്ണൻ ഗോപിമാരെ യാത്രയാക്കി. കൃഷ്ണൻ്റെ സഹവാസം ഉപേക്ഷിക്കാൻ സമ്മതമല്ലാതിരുന്നിട്ടും അവർ അനുസരണശീലരും കൃഷ്ണനു പ്രിയപ്പെട്ടവരുമായിരുന്നു. കൃഷ്ണൻ ആവശ്യപ്പെട്ട മാത്രയിൽ തന്നെ അവർ അവിടം വിട്ടു വീടുകളിലേക്കു മടങ്ങി. വിഷ്ണുവിൽ നിന്നും ഭിന്നനല്ലാത്ത കൃഷ്ണൻ്റെയും അദ്ദേഹത്തിൻ്റെ തന്നെ ശക്തിയുടെ വികാസങ്ങളായ ഗോപിമാരുടെയും ലീലാവിലാസങ്ങളെക്കുറിച്ചു ശരിയായ കേന്ദ്രത്തിൽ നിന്നും കേൾക്കുന്നവർ കാമം എന്ന ഏറ്റവും ആപത്കരമായ രോഗത്തിൽ നിന്നു മുക്തരായി തീരുമെന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശുകദേവ ഗോസ്വാമി രാസലീലയുടെ കഥ ഉപസംഹരിക്കുന്നു. രാസലീലയെക്കുറിച്ച് ശരിക്കും കേൾക്കുന്നവർ ലൈംഗിക ജീവിതത്തിൻ്റെ കാമാർത്ഥമായ അഭിലാഷങ്ങളിൽ നിന്നു വിമുക്തി നേടി ആധ്യാത്മിക ബോധത്തിൻ്റെ അത്യുന്നതമായ തലത്തിലേക്കുയരും. പൊതുവെ സ്വയം മായാവാദികളായിരിക്കുകയും മായാവാദികളിൽ നിന്നും കേൾക്കുകയും ചെയ്യുന്നതിനാൽ ആളുകൾ ലൈംഗിക ജീവിതവുമായി കൂടുതൽ കെട്ടുപിണഞ്ഞു പോകുന്നു. ബദ്ധാത്മാവ് രാസലീലയെക്കുറിച്ച് പ്രാമാണികനായ ആധ്യാത്മിക ഗുരുവിൽ നിന്നും കേൾക്കുകയും മുഴുവൻ കാര്യങ്ങളും അവസ്ഥാവിശേഷങ്ങളും വേണ്ട രീതിയിൽ മനസ്സിലാക്കാനുള്ള പരിശീലനം അദ്ദേഹത്തിൽ നിന്നും നേടുകയും ചെയ്യണം. ഇപ്രകാരം ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും സമുന്നതമായ നിലവാരത്തിലെത്താൻ കഴിയും. മറിച്ചാണെങ്കിൽ അയാൾ പൂർണ്ണമായും ബദ്ധനായി തീരുകയും ചെയ്യും. ഭൗതികമായ കാമം ഒരു തരം ഹൃദ്രോഗമാണ്. ബദ്ധാത്മാവിൻ്റെ ഭൗതികമായ ഹൃദ്രോഗം
ഭേദമാക്കാൻ ഒരുവൻ ശരിയായ കേന്ദ്രത്തിൽ നിന്നു രാസലീലയെക്കുറിച്ച് കേൾക്കണം. പക്ഷേ അതൊരിക്കലും നിർവ്യക്തികവാദികളായ നീചന്മാരിൽ നിന്നായിരിക്കരുത്. ശരിയായ ധാരണയോടെ കേൾക്കുന്നവരുടെ അവസ്ഥ വിഭിന്നമായിരിക്കും. ആധ്യാത്മിക ജീവിതത്തിൽ പരിശീലനം ലഭിച്ചവരെ കുറിക്കാൻ ശുകദേവ ഗോസ്വാമി ഉപയോഗിക്കുന്നത് ശ്രദ്ധാന്വിതൻ എന്ന പദമാണ്. ശ്രദ്ധ എന്നാൽ വിശ്വാസം. അവിടെയാണ് ആധ്യാത്മികതയുടെ തുടക്കം. പരമദിവ്യോത്തമ പുരുഷൻ പരമാത്മാവ് എന്ന നിലയിൽ കൃഷ്ണനോടുള്ള വിശ്വാസം വളർത്തിയെടുത്തിട്ടുള്ള ഒരുവനു പാരായണവും ശ്രവണവും നടത്താം. അനുസൃണുയാത് എന്ന പദവും ശുകദേവ ഗോസ്വാമി പ്രയോഗിക്കുന്നുണ്ട്. ശിഷ്യ പരമ്പരയിലൂടെ വേണം ഒരുവൻ ശ്രവണം നടത്താൻ. അനു എന്നാൽ പിന്തുടരണം എന്നാണർത്ഥം. ശിഷ്യ പരമ്പര പദ്ധതിയിലുള്ളവനും സദാ കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്നവനുമായ ഏതെങ്കിലും പ്രാമാണികനായ വ്യക്തിയിൽ നിന്നും വേണം ശ്രവിക്കുവാൻ എന്നാണ് അനുസൃണുയാത് എന്ന പദപ്രയോഗത്തിൻ്റെ പൊരുൾ. ഈ രീതിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഫലവും സുനിശ്ചിതമാണ്. രാസലീലയെക്കുറിച്ച് കേൾക്കുന്നതിലൂടെ ഒരുവൻ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമോന്നത സ്ഥിതിയിലേക്കുയർത്തപ്പെടുന്നു. ഹരേ കൃഷ്ണ.